ഇപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇങ്ങനെ ബിൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആണെന്ന് ഞാൻ അറിയുന്നില്ല, വല്ല തലയില വല്ല വിചാരിച്ച് ഇങ്ങനെ നിന്ന് ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥവൊക്കെ അടച്ചപ്പോൾ പറഞ്ഞ് ഈ പുള്ളി ഇവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ തുറക്കാൻ പറഞ്ഞു. ഷമീറാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർത്തത്. ഷമീർ, ഇതിപ്പോൾ എന്തായിരുന്നു പ്രകോപനം, എന്താണ് സംഭവിച്ചത്? സേതുലക്ഷ്മി, പുലർച്ചെ 12 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത്. ശ്യാം സുന്ദറിനെ ധനേഷ് വിളിച്ചു വരുത്തുകയായിരുന്നു. ഏതാണ്ട് 4 വർഷം മുമ്പ് ശ്യാം സുന്ദറിൻ്റെ ഭാര്യ ധനേഷിനൊപ്പം പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പല തർക്കങ്ങളും നിലനിർന്നിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനിടയിൽ ഈ കൊലപ്പെടുത്തതിന് മുമ്പ് തന്നെ ചോര വാർന്നു കിടന്ന ഇയാൾ പോലീസിനെയും സുഹൃത്തുക്കളെയും വിളിച്ച് വിവരമറിയിച്ചു. പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഇയാൾ മരണത്തിന് കീഴടങ്ങിയിരുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ അവിടെ നിന്നും മാറ്റി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരങ്ങളാണിത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ടെന്നാണ് കൊട്ടാരക്കര പോലീസ് വ്യക്തമാക്കുന്നത്. ശരി ഷമീർ. ഓക്കെ. അപ്പോൾ